നമ്മളിപ്പോൾ ഇന്റർ കോണ്ടിനെന്റലിൻ്റെ അവിടെയുള്ള അത് കഴിഞ്ഞ് ഇനി സനയ്യയിൽ പോയിട്ട് വണ്ടി ലേലം വിളിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാം. മാറല് പോയിട്ട് അങ്ങനെ ഉണ്ടാവും. രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ വൻ സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ഫുള്ള് ഡിസ്കോ ലൈറ്റുകളുണ്ട്. ഇത് പുതിയ അൽമൂസ ഹോസ്പിറ്റല്, തൊട്ടപ്പുറത്തുള്ളത് അത് പഴയ അൽമൂസ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. സംഭവം നൈസാണ് കേട്ടോ. ഒഴിവ് ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും ഇവിടെ കാഴ്ചകളൊന്നും കാണാനില്ലാന്ന്. ഇവിടേക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ അൽഹസയിലുള്ള മലയാളി പ്രവാസികൾക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ഇതാ ഈ സിഗ്നൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഇൻജാസ് ബാങ്ക്, വെസ്റ്റേൺ യൂണിയൻ. നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ടെലിമണി ഉണ്ട്, തൊട്ടടുത്ത് ബൂണൈസ് ഹോട്ടലുണ്ട്. മാറ്റങ്ങൾ ഒരുപാട് വന്ന്, മലയാളികൾ പോയി എന്ന് മാത്രം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പള്ളി, ഇതൊക്കെ ഒരു നൊസ്റ്റു ആയിരിക്കും, നൊസ്റ്റു. പിന്നെ ഇതാ ഇവിടെ നേരെ അങ്ങോട്ട് പോയ കൈസരി മാർക്കറ്റ്. ഇതാ ഇങ്ങോട്ട് ഇവിടെ അൽ സഹറ സ്റ്റുഡിയോ, ഗ്രാൻഡ് പ്ലാസ സ്റ്റുഡിയോ, അൽ റൈഫ. നൈസാണ്, നൈസ് കണ്ടില്ലേ, സംഭവം സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ബസ്സുകൾ നിർത്തിയിരുന്ന അവിടെ ചൊമ്പോസും ഉണ്ട് കേട്ടോ, അതും ചൈനൻ്റെ ബസ് തന്നെയാണ്. ഇങ്ങോട്ട് നോക്കിയൊരു പള്ളി, ഇതൊരു പള്ളിയാണ്, നല്ല ഭംഗിയില്ല കാണാൻ. പള്ളീൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരേ പള്ളി അമ്മൂപ്പ ഞാൻ വീണാൻ. അടിപൊളി പള്ളിയാണ്. ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫുൾ സെറ്റ്, നല്ല അടിപൊളി പള്ളിയാട്ടോ, സൂപ്പർ. അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാസികളുടെ ഒരു വെള്ളിയാഴ്ച എങ്ങനെ പോകുന്നു എന്നുള്ളൊരു വീഡിയോ ഉണ്ടോ. എല്ലാ പ്രവാസികളുടെയും വെള്ളിയാഴ്ച എങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്വന്തം ഹഫൂഫ് സിറ്റിയിലേക്ക് ഇതാ ഈ ബസ് കണ്ട, ഈ പച്ച ബസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, ഹഫൂഫിൽ നല്ല അടിപൊളി കൈസരിയ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയുള്ള വീടുകൾ, ബിൽഡിങ്ങുകൾ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇതാണ് നമ്മളെ ബസ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബസ് സർവീസാണ് കേട്ടോ. അത് ഫുള്ള് ചൈനൻ്റെ ബസ്സാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂട്ടോങ് എന്ന് പറയുന്നൊരു ബസ്സാണ്. അത് ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോവുക. കണ്ട ബസ്സലാ കണ്ടത്, ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോവുക. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ എന്താക്കും, നേരെ ഹഫൂഫിൽ ചെന്ന് ഇറങ്ങുന്നു. ഹഫൂഫിൽ നിന്ന് നേരെ അതിലേക്കൊന്ന് കറങ്ങി ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മൾ സെറ്റായി. ഇങ്ങോട്ട് നോക്ക്, ഇതാണ് ആ ബസ്. ഇപ്പോൾ പുതിയത് തുടങ്ങിയാണ് കേട്ടോ. ചാർജ് ഒരു ട്രിപ്പിന് 3 രൂപ 50 പൈസയാണ്, 3 റിയാൽ 50 പൈസ. ഇതാണ് നമ്മളുടെ ശോഭ സിറ്റി. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുൾ കാണാതിരിക്കരുത്, ഫുൾ കാണുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരോടും സ്നേഹം മാത്രം. വീഡിയോ ഫുള്ള് കാണാൻ മറക്കല്ല. ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോർ തുറന്നാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ കാർഡ് സ്കാൻ ചെയ്യുന്ന കാർഡ്, ഇതാണ്ട് നമ്മളെ ബസ്. ഒരാൾ പോലുമില്ല, നൈസായിട്ട്. ഏതാ നോക്ക് ബസ്, ഇതാണ്ട് ബസ്. നെയ്യേ മേ 2 ബാർ ദബാ ദിയാ താ, മുഷ്കിൽ നെയ്യേ. ഇതാണ്ട് നമ്മളെ ബസ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഏതാ നോക്ക്, നൈസ് ബസ്. ഗൈസ്, നമ്മളെ വണ്ടി അങ്ങനെ പോയി തുടങ്ങിട്ടോ. നമ്മളെ വണ്ടി അങ്ങനെ ശോഭ സിറ്റി, ഇതാണ് ഞങ്ങളുടെ സിറ്റി. അത് നമ്മളെ സൈനോൻ്റെയും പാച്ചൻ്റെയൊക്കെ ഷോപ്പാണ്. ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബസ്. മന്ദം ഞാനും ഇവിടെ 2 ആൾക്കാരുണ്ട്. അവിടെ നമ്മളെ 2 ഫ്രണ്ട്സാണ് കേട്ടോ. കേസാ ബടിയാനാ, ഓക്കെ കണ്ടോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ. ഓക്കെ, സെറ്റായിട്ട്. പിന്നെ പുതിയ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്, കണ്ടല്ലോ, പുതിയ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ. ഇതാണ് ഇവിടെയുള്ള വീടുകൾ കേട്ടോ. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾ കാണുന്ന ഷട്ടറുകളില്ലേ, അത് കടകളാണ്. അതിൻ്റെ മേലെ വീടുകളാണ്. ഇവിടെ കൂടുതലും 3 നിലകളുള്ള വീടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിലും കൂടുതൽ വലിപ്പമുള്ള വീടുകൾ കുറവാണ്. എല്ലാവരും വീടുകളും ഒരേ ഡിസൈനൊക്കെ ആയിരിക്കും. ഗൈസ്, ഇപ്പം നമ്മൾ വേറൊരു ഹൈവേ റോഡിലേക്ക് കയറാൻ പോകട്ടെ. നമുക്ക് വീടുകളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് സൗദി അറേബ്യൻ കാഴ്ചകൾ കുറച്ച് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടോ, കണ്ടോ. അപ്പം നമ്മൾ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് ദമ്മാം റോഡ്. ഓക്കെ, ദമ്മാം റോഡ് ഹൈവേ ആണ്. നമ്മളിങ്ങനെ ഹൈവേയിലേക്ക് കയറി ഇനി അങ്ങോട്ട് എത്തിയിട്ട്
ബാക്കി കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണാനുണ്ടാവുമല്ലോ, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നൈസാണ്. അത് സെൻട്രലിലൊക്കെ ഈന്തപ്പനകളാണ് കേട്ടോ, റോഡിൻ്റെ നടുക്ക് കൂടെ. ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ യൂ ടേൺ അടിച്ചിട്ട് ഇപ്പുറത്തേക്ക് കയറും. ബസ്സിൽ ഇങ്ങനെ പോകാൻ നൈസാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ബസ് സർവീസ് ഉണ്ട്. റിയാദിലാണെങ്കിൽ എല്ലായിടത്തും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നൈസായിരിക്കും. അങ്ങോട്ടൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അടിപൊളി ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ, അൽമോസ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നൈസാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അഫൂഫിൽ പോയിട്ട് ബിരിയാണി കഴിക്കണം. അയ്യോ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. വേറെ ഉണ്ട് അടിപൊളി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഉണ്ട് വലുത്. ഞങ്ങൾ ഈ ഏരിയയിലുള്ള വലിയ ഹോസ്പിറ്റൽ ഇതാണ് അൽമൂസ ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി കോറൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലും ഉണ്ട്. നൈസ് അല്ല ഗൈസ്? രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ വൺ സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ഫുള്ള് ഡിസ്കോ ലൈറ്റുകളുണ്ട്. ഇത് പുതിയ അൽമൂസ ഹോസ്പിറ്റൽ. തൊട്ടപ്പുറത്തുള്ളത് അത് പഴയ അൽമൂസ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. അങ്ങനെ ഇനി നമ്മൾ അഫൂഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമ്മളുടെ ഒരു കോഫി ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ കോഫി ഷോപ്പാണ്, അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ശീശക്കട, ശീശ വലിക്കുന്ന ഗൈസ്. നമ്മളുടെ ശീശക്കട നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ബോസിൻ്റെ കടയാണ്. അതിൻ്റെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താ പേര്, നൈസ് പേരാണ്. നൈസ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞിട്ടില്ല ശരിയായി തരാം. അതിൻ്റെ പേരാണ് അങ്ങോട്ട് നോക്കിക്കോളൂ. QR7 ഉണ്ടാവുക ബ്ലാക്കിൽ. CR7 അല്ല, QR7 ലോഞ്ച്. നമ്മളെ ബോസിൻ്റെ ഷോപ്പാണ്. ഏതാന്ന് നോക്ക്, സെറ്റല്ലേ ഗൈസ്? ഇത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാളാണ് കേട്ടോ, ഒത്തൈമാൾ. ഇതൊരു പാർക്കാണ് കേട്ടോ. ആളുകൾ അതിലൂടെ ഇങ്ങനെ മന്ദം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പച്ച ബസ്സാണ് കേട്ടോ, കംപ്ലീറ്റ്ലി പച്ച ബസ്. അപ്പോൾ ഇനി നേരെ നമ്മൾ അഫൂഫിൽ പോകുന്നു. അഫൂഫിൽ പോയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഭക്ഷണങ്ങളില്ല, ബിരിയാണി കഴിക്കുന്നു. ബിരിയാണി കഴിച്ചിട്ട് നേരെ ബാക്കി പരിപാടി. ഓക്കെ, ഫുൾ പച്ചപ്പും ഹരിതാപവും അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. നമ്മൾ പൊളി ടീമാണ്. എന്തെങ്കിലും പണിക്കൊക്കെ പോവുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, സെറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, അവിടെ ചുമന്നോസം ഉണ്ട് കേട്ടോ. സാപ്റ്റിക്കൊണ്ട് കണ്ടോ, ബസ്സുകൾ എന്തോരം നിർത്തിയിട്ട് നമുക്ക് സ്റ്റോപ്പസ് പള്ളി അടച്ചിട്ട് കണ്ടോ. തൊട്ടടുത്തൊരു വലിയൊരു കോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. കോട്ടൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാം, പക്ഷേങ്കിൽ ഇപ്പം തുറന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒന്നോ പള്ളീൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. സംഭവം നൈസാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഇവിടെ ഒരു അടിപൊളി മസ്ത കിടക്കുന്നുണ്ട്. നമ്മളെ കഫീലിൻ്റെ മോൻ്റെ അടുത്തുള്ള നൈസ് വണ്ടി. ഏതാ നോക്ക്, മസ്ദ 6 എന്ന് പറയുന്ന വണ്ടി. ഇതൊക്കെ ഈ റോഡിൻ്റെ സെൻറ്ററിലൊക്കെ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ഈന്തപ്പനകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഫുള്ള് ബസ് H09 ഹഫൂഫ് സിറ്റി. ഇത് സനയ്യയിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഇനി നല്ല വിശക്കുന്നുണ്ട്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പിന്നെ ഞാനിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. എങ്ങനെയുണ്ട് പുതിയ വാച്ച്? സിബ്ലൈസ് എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ വാച്ചാണ്. കണ്ടോ, ഒരു ബസ് എടുത്ത് പോയി. വെറും 3 റുപ്യ 50 പൈസ ഉള്ളൂ കേട്ടോ. 3.5 റിയാലിനാണ് ഒരു ട്രിപ്പ്. എത്ര ഓരോരോ ട്രിപ്പ് മാറി കയറിയിട്ടുണ്ടെങ്കിലും 3.5 റിയാലേ ഉള്ളൂ. 3.5 റിയാൽ. നൈസാണ്. ഇതൊക്കെ ഇങ്ങോട്ട് ബസ് വരുത്തൊക്കെ സംഭവം സെറ്റാണ്. ഇതവിടെ അയ്യൂണിലേക്ക് പോകുന്നത്. ഇത് അയ്യൂണിലേക്ക് പോകുന്നതാണ്.
ബസ്സുകൾ നൈസാണ്, സെറ്റ് ഉണ്ടോ, എന്താ ഭംഗി നോക്ക് ബസ്സുകൾ ഇങ്ങനെ വരുന്നത് കാണാൻ. വാവ്, ഇത് നമുക്ക് അജ്നബികൾക്കൊക്കെ പോട്ടെ. നമ്മളടുത്ത് ATM കാർഡ് ഉണ്ടെങ്കിലോ പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ബസ്സിൻ്റെ കാർഡ് ഉണ്ടെങ്കിലൊക്കെ ഇതിൽ കയറുക, നേരെ പോവുക. സംഭവം സെറ്റ്, അടിപൊളി ബസ്സാണ് കേട്ടോ, സൂപ്പർ ബസ്. ഞാനും മൊഞ്ച്. H02 ഈ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. ഈ വണ്ടി കയറിയിട്ട് നമ്മൾ അഫൂഫിലേക്ക് പോകും. സംഭവം നൈസാണ് കേട്ടോ. ഒഴിവ് ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോവാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വിചാരിക്കും ഇവിടെ കാഴ്ചകളൊന്നും കാണാനില്ലാന്ന്. ഇവിടേക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. മല കയറാൻ പോകേണ്ടവർക്ക് മല കയറാൻ പോകാം, 4x4 വണ്ടിയുള്ളവർക്ക് അങ്ങനെ പോകാം, പച്ച ബസ് കയറിയിട്ട് ഫുള്ള് കറങ്ങാൻ പോകാം. സംഭവം നൈസാണ്. വെറുതെ വെള്ളിയാഴ്ച കിടന്നുറങ്ങിയിട്ട് ട്രൗസർ കീറുന്നതിനാ, ഉറങ്ങിയിട്ടൊരു കാര്യമില്ല ഗൈസ്. അങ്ങോട്ട് നോക്കൂ, അടിപൊളി ബിൽഡിങ്ങുകളുടെ ഒരു. അപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ ഹഫൂഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോ ഒരു ക്യാമറ പോകുന്നു ഗൈസ്, ഒരു വൈറ്റ് ക്യാമറ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഇടത്തെ സൈഡിൽ കാണുന്നുണ്ട് ഞങ്ങൾ, അത് യമഹേൻ്റെ ഷോറൂമാണ്. അതല്ല, തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടാവും, അതാണ് സൗദി അറേബ്യൻ റെയിൽവേ. അതൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, അൽ ഹഫൂഫ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് റിയാദിലേക്കൊക്കെ ട്രെയിനിൽ ഇതിൻ്റെ മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളാ കാണുന്നത്. എങ്ങനെയുണ്ട്, നൈസല്ലേ? സൗദി അറേബ്യ റെയിൽവേസ്. ഇപ്പം നമ്മളെ ബസ്സില്ലേ, പച്ച ബസ്സിൽ കയറിയിട്ട് ഞാനിത് അഫൂഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് ഇപ്പോൾ ഇന്റർ കോണ്ടിനെന്റലിൻ്റെ അവിടെയുള്ള, അത് കഴിഞ്ഞ് സനയ്യയിൽ പോയിട്ട് വണ്ടി ലേലം വിളിക്കുന്നതൊക്കെ വീഡിയോ എടുക്കാം, മാറിൽ പോയിട്ട് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഹഫൂഫിൽ എത്തിയിട്ടോ. ഇത് ഹഫൂഫിൻ്റെ ഒരു മുഖമാണ്. മറ്റൊരു മുഖം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആളുകൾ വെള്ളിയാഴ്ചയാണല്ലോ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഓരോരോ ടീംസ്. നമ്മൾ ഗോൾഡ് സൂക്കിലൊക്കെ പോയിട്ട് ഗോൾഡ് സൂക്കൊക്കെ കാണിച്ചു തരട്ടോ. ഒന്ന് ഗോൾഡ് ഖൈസരിയ മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഖൈസരിയ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഹഫൂഫിലെ ഓൾഡ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഖൈസരിയ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് നടക്കുന്നതായിരിക്കും. ഇതാണ്ടോ ഖൈസരിയ ബസ് സ്റ്റേഷൻ. ബസ്സുകൾ ഇത് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹസയുടെ ഹഫൂഫിൻ്റെ എല്ലാമായ ഖൈസരിയ മാർക്കറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ഒരു പഴയ മാർക്കറ്റാണ്, ഒരുപാട് വർഷം പഴക്കമുള്ള മാർക്കറ്റ്. ഇവിടെ വിൽക്കുന്നത് പല സുഗന്ധ വ്യഞ്ജനങ്ങളും സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. നാട്ടിലുള്ള പഴയ ഇവിടുന്ന് നിർത്തിപ്പോയ പ്രവാസികൾക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതൊരു ഇവിടുത്തെ ഒരു പള്ളിയാണ്. അങ്ങനെ നമ്മൾ ഹഫൂഫിലെത്തിയിട്ടോ. ഖൈസരിയ മാർക്കറ്റ്, ഇതാണ് ഖൈസരിയ മാർക്കറ്റ്. ഇവിടെ ഒരുപാട് മലയാളികൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മലയാളികളേ ഉള്ളൂ. അപ്പോൾ ആ ഖൈസരിയ മാർക്കറ്റൊക്കെ ഇവിടുന്ന് പോയ ആളുകൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. ഇവിടുത്തെ നൈറ്റ് ഭയങ്കര വേറൊരു വൈബുണ്ടോ. നൈറ്റ് വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേക ഇതുണ്ട്. ഇപ്പോൾ ഷോപ്പുകളും തുറന്നിട്ടില്ല. ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേനും ഈ ഷോപ്പുകൾ മുഴുവൻ തുറക്കും. പ്രത്യേക ഭംഗിയാണ്. ഫുള്ള് ലൈറ്റ് കണ്ടില്ലേ, മേലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റപ്പ് ആയിട്ടാണ്. നൈസ് വൈബ് ആണ് ഇവിടെ. കണ്ടോ ഷോപ്പുകളൊക്കെ. മഹൽ അബ്ദുള്ള, മഹൽ അബു ഹസൻ, ഇവിടെയുള്ള കടകൾക്കൊക്കെ അവിടെയുള്ള ആളുകളുടെ പേരുകളാണ് കൂടുതലുള്ളത്. ഇങ്ങോട്ടൊക്കെ നല്ല രസമല്ല കാണാൻ. ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് ഖൈസരിയ മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇത് നൈറ്റ് കാണാൻ പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അങ്ങോട്ട് നോക്ക് ഉണ്ടോ. ഇതൊക്കെ ഇവിടെ ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഉച്ചക്കൊന്നും ആളുകൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. ഇപ്പോൾ അങ്ങോട്ട് നോക്ക്, രാത്രി പൊള്ളി വൈബാണ്. ഇതാണ് അൽ ഹഫൂഫിലെ ഖൈസരിയ മാർക്കറ്റ്. ഹഫൂഫിലെ ഖൈസരിയ മാർക്കറ്റാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, നല്ല പൊളി സംഭവമല്ലേ ഗൈസ്.
തണുപ്പായി കഴിഞ്ഞാലുണ്ടല്ലോ അറബികൾ ഫുള്ള് ഇത് ഇങ്ങനത്തെ തോപ്പുകളാണ് കേട്ടോ. ഇത് കണ്ട തോപ്പുകൾ ഇവിടെ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള തോപ്പുകൾ. അങ്ങോട്ട് നോക്കുക, ഭയങ്കര മറ്റേ നമ്മളെ സെറ്ററുകൾ ഇതേമാതിരിയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇത് വെക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് കൈസരിയ മാർക്കറ്റാണ് കേട്ടോ. ഇതൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് കോഫി ഷോപ്പാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കൈസരിയയിൽ തന്നെ ഉള്ള കേട്ടോ. റഷ്യോ അൽക്കൂത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മലയാളികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം വളരെ കുറവാണ് മലയാളികൾ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭംഗി. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ രാത്രിയാണ് ഒന്നും കൂടി ഭംഗി കാണാൻ. ഇതിലിങ്ങനെ ഈ റോഡിൽ കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് അങ്ങനെ ആ സൈഡിലേക്ക് ഫുള്ള് ഇങ്ങനെ നീളത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്. എന്താ ഒരു ഭംഗി എന്നുള്ളത്. ഇങ്ങോട്ട് അങ്ങ് 1 കിലോമീറ്റർ ഉണ്ട്, ഇങ്ങോട്ട് 1/2 കിലോമീറ്റർ. പഴയതുപോലെ ഒന്നല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള്, പണ്ടൊന്നും ഇവിടെ ഇങ്ങനെ ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഫുള്ള് മാർബിളൊക്കെ വിരിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ബോണീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ അത് അവിടെ കാണുന്ന അതാണ് കൈസരിയ സൂപ്പർ മാർക്കറ്റ്. കൈസരിയ സൂപ്പർ മാർക്കറ്റ് അല്ല കേട്ടോ, കൈസരിയ ഓൾഡ് മാർക്കറ്റ്. ഇവിടെയൊക്കെ ഒരുപാട് മലയാളികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഫുള്ള് ഇന്ത്യക്കാർ, ഹിന്ദിക്കാരും പിന്നെ ബംഗാളികളുമായി മാറി ഇവിടെ മുഴുവൻ. മലയാളികൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ ഷോപ്പുകളുണ്ടോ? അവിടെയൊക്കെ മലയാളികളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മലയാളികളായിരുന്നു, ഇപ്പം മലയാളികളാണെന്ന് അറിയില്ല. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലായിരുന്നേ. ഇവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്, ബൂനൈസ് ഹോട്ടൽ. എൻ്റെ വാപ്പിച്ച് പറയുക ബോണീസ് ഹോട്ടൽ എന്ന് പറയും. വാപ്പിച്ച് ഇത് ബോണീസ് ഹോട്ടലല്ല, ഇത് ബൂനൈസ് ഹോട്ടലാണ്. ഇവിടെയാണ് ഒരു ഹോട്ടലിൽ കേരള റെസ്റ്റോറൻറ്റ്. നമുക്കൊന്ന് കയറി നോക്കുക. പിന്നെ ബിരിയാണി തീർന്നിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഹയാത്ത് റെസ്റ്റോറൻറ്റ്. ഒന്ന് പോയി നോക്കാം. കുറച്ച് നേരം വൈകിപ്പോയി. നേരം വൈകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിയാകാനായപ്പോൾ ചിക്കൻ ബിരിയാണി തീർന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയാണ് എനിക്കിഷ്ടം. ഒരു കേരള റെസ്റ്റോറൻറ്റിലാട്ടോ വന്നിട്ടുള്ള. അടിപൊളി റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഹയാത്ത് റെസ്റ്റോറൻറ്റ് കണ്ടോ. അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ടി വി അല്ല കേട്ടോ, ക്യാമറയാണ് കണ്ടോ. അപ്പം ബിരിയാണി കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി വന്നിട്ടുണ്ട്. ഇവിടെ ചർലാസ് ഉണ്ട്, അച്ചാറുണ്ട്, നല്ല ചൂടുകളുണ്ട്. നമ്മൾ പെപ്സി കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചാണല്ലോ. പെപ്സി നമ്മൾ കുടിക്കൂല കേട്ടോ. പപ്പടം വന്നു. പപ്പടം ഉണ്ട്, അങ്ങനെ വെച്ചോ. പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം അവിടെ ഇരിക്കണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിൽ അൽ ഹസയിലുള്ള മലയാളി പ്രവാസികൾക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു ഏരിയയാണ്. ഇതാ ഈ സിഗ്നൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഇൻജാസ് ബാങ്ക്, വെസ്റ്റേൺ യൂണിയൻ. നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ ടെലിമണി ഉണ്ട്, തൊട്ടടുത്ത് ബൂണൈസ് ഹോട്ടലുണ്ട്. മാറ്റങ്ങൾ ഒരുപാട് വന്ന്, മലയാളികൾ പോയി എന്ന് മാത്രം. പിന്നെ ഇതാ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പള്ളി, ഇതൊക്കെ ഒരു നൊസ്റ്റു ആയിരിക്കും, നൊസ്റ്റു. പിന്നെ ഇതാ ഇവിടെ നേരെ അങ്ങോട്ട് പോയ കൈസരിയ മാർക്കറ്റ്. ഇതാ ഇങ്ങോട്ട് ഇവിടെ അൽ സഹറ സ്റ്റുഡിയോ, ഗ്രാൻഡ് പ്ലാസ സ്റ്റുഡിയോ, അൽ റൈഫ. നൈസാണ്, നൈസ് കണ്ടില്ലേ, സംഭവം സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിതാ ബിരിയാണിയൊക്കെ കഴിച്ച്, ചിക്കൻ ബിരിയാണി കഴിച്ച് ഹയാത്ത് കേരള റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഫൈനൽ ബിരിയാണി ആയിരുന്നു, അത് ഞാൻ കഴിച്ച്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഇനി അടുത്ത പ്രദർശന നഗരിയിലേക്ക് പോകണത്. അങ്ങോട്ട് പോകുക. ഇതാണ് കൈസരിയ മാർക്കറ്റ്. അപ്പോൾ ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എന്തെങ്കിലും പണിക്കൊക്കെ പോവുക, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, കൂടെ ഉള്ളവരെ ഹാപ്പി ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക, അത്രമാത്രം സെറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ. നൈസ്.